കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. പിണറായിയിൽ ബി.ജെ.പി. പ്രവർത്തകൻ രമിത്തിനെ വെട്ടിക്കൊന്നു. പിണറായി പെട്രോൾ പമ്പിന് സമീപത്താണ് കൊലപാതകം. വിശദാംശങ്ങൾ സുനിൽ ഐസക് നൽകും. സുനിൽ ഐസക്, കൂടുതൽ വിവരങ്ങൾ. 48 മണിക്കൂറിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം കൂടി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വളാങ്കിച്ചാലിലെ CPM ബ്രാഞ്ച് സെക്രട്ടറി മോഹനൻ കൊല്ലപ്പെടുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് വീണ്ടും മറ്റൊരു BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടിയാണ് പിണറായിയിൽ BJP പ്രവർത്തകൻ രമിത്ത് കൊല്ലപ്പെട്ടത്. പിണറായി പെട്രോൾ പമ്പിന് സമീപം വെച്ച് വാഹനത്തിലെത്തിയ ഒരു സംഘം രമിത്തിനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. തുടർന്ന് രമിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രമിത്ത് മരണപ്പെട്ടത്. 8 വർഷം മുമ്പ് ചാവശ്ശേരിയിൽ കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ ഉത്തമന്റെ മകനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള രമിത്ത് പിണറായി ടൗണിൽ ടാക്സി ഡ്രൈവറാണ്. ഈ പെട്രോൾ പമ്പിന്, അതായത് കൊലപാതകം നടന്ന പെട്രോൾ പമ്പിന് സമീപം തന്നെയാണ് രമിത്തിന്റെ വീട്. വീട്ടിലേക്ക് പോകും വഴിയാണ് അക്രമം നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം. എന്തായാലും മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. BJPയുടെ നേതാക്കളും പ്രവർത്തകരും മറ്റും ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകം ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അഷഫ്, സുനിൽ, കഴിഞ്ഞ ദിവസം CPM ബ്രാഞ്ച് സെക്രട്ടറി കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഈ മേഖലയിലൊക്കെ തന്നെ കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. ഈ പോലീസ് സുരക്ഷയിലുണ്ടായ വീഴ്ച ഈ കൊലപാതകം എളുപ്പമാക്കുന്നതിന് കാരണമായിട്ടുണ്ടോ? പോലീസ് ഉണ്ടായിരുന്നില്ലേ ടൗണിൽ? ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം, കണ്ണൂർ SP അവധിയിലാണ്. വയനാട് SPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് സുരക്ഷ ഒരുക്കിയിരുന്നത്. മാത്രമല്ല, കോഴിക്കോട് നിന്ന് ദ്രുതകർമ്മ സേനയുടെ ഒരു ബറ്റാലിയൻ അടക്കം പ്രദേശത്ത് വിന്യസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൂത്തുപറമ്പ്, തലശ്ശേരി മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് കൂടുതലായും ഇക്കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് എന്ന് പറയാം. ഇന്നലെ ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ വളരെ അടുത്ത സ്ഥലങ്ങളാണ്. വളാങ്കിച്ചാലും പിണറായിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. സുനിലെ, തുടരണം. ഈ വിഷയത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയ ഡോക്ടർ T. ശശിധരൻ, അദ്ദേഹം SN കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗ മേധാവിയാണ്. അദ്ദേഹം ചേരുന്നു. ശ്രീ ശശിധരൻ, കണ്ണൂരിൽ ദീർഘകാലമായി കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. പകരത്തിന് പകരമായി മനുഷ്യരെ വെട്ടിക്കൊന്ന് അത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ കണ്ണൂരിൻ്റെ മാത്രം സവിശേഷതയായിരിക്കണം. എന്തുകൊണ്ടാണ് ഈ മേഖല ഇങ്ങനെ നിരന്തരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേദിയാകുന്നത്? കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷത്തിന് ഏകദേശം 60 വർഷത്തോളമുള്ള ഒരു പാരമ്പര്യം ഉണ്ട്. ഇതിന് പ്രധാനമായിട്ട് പറയപ്പെടുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ അടിവേര് തേടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു കൾച്ചർ ഓഫ് വയലൻസ് ആണ്. പാരമ്പര്യമായിട്ട് 2 പേര് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഈ കൾച്ചർ ഓഫ് വയലൻസിന്റെ രാഷ്ട്രീയമായ കുടിപ്പക അതിലേക്കാണ് പോകുന്നത്. നാം ഭരണഘടന അംഗീകരിച്ചിട്ട് ഭരണഘടനയുടെ പേരിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ പോലും ഇവിടെ ഭരണഘടനയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാതെ വളരെ ഒരു അസഹിഷ്ണുതമായ രീതിയിലേക്കുള്ള ഒരു ഏറ്റുമുട്ടലാണ് 2 പേരും ചെയ്യുന്നത്. ഇതിൽ ഇപ്പോഴേ ഈ 2 രാഷ്ട്രീയ പാർട്ടികളും ഇതിന് തുല്യമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയമായിട്ടാണ് ഇത് പകപോക്കൽ നടത്തുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ജില്ലയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിൽ താഴെത്തട്ട് മുതലുള്ള ഒരു ചർച്ച നടത്തുക, ഫലപ്രദമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇത് നടത്തിയിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് 1980 കാലഘട്ടങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിട്ട് ഇതിനെ കാണേണ്ടി വരും. അപ്പൊ അത് കഴിയുന്നതും ഇതില് ഗവൺമെന്റ് തന്നെ ഇതിൽ ഒരു ഇടപെട്ട് നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ഇപ്പൊ നമുക്കറിയാം, 2 ഗവൺമെന്റിന്റെ പ്രതിനിധികൾ, കേന്ദ്രത്തിൽ BJP ഗവൺമെന്റ് ആയാലും സംസ്ഥാനത്ത് CPM ഗവൺമെന്റ് ആയാലും, ഇവർ 2 പേരും തമ്മിൽ തന്നെ ആണ് ഇപ്പോൾ ഇത് ഏറ്റുമുട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് തന്നെ ചർച്ച നടത്തി ഇത് പരിഹരിക്കാനുള്ള ഒരു
തീരുമാനം രണ്ട് ഗവൺമെന്റ് തമ്മിൽ തന്നെ നടത്തേണ്ടിയിരിക്കും. എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. ശ്രീ ശശിധരൻ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഏറെ വികസിച്ചു. ജനാധിപത്യം പറയാം. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് മനുഷ്യ സേവനമായിരിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു. സഹിഷ്ണുതയെക്കുറിച്ചും അസഹിഷ്ണുതയെക്കുറിച്ചും വലിയ വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ പോലും കേരളം പോലെ വലിയ പുരോഗമന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ മനുഷ്യനെ കൊലവിളിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അത് പലതരത്തിലും ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എന്തു തരത്തിലുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ ഭാഗമാണ്? എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഒരു തിരുത്തൽ വരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവാത്തത്? ഇത് രാഷ്ട്രീയ ബോധം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വിദ്യാഭ്യാസം ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവണം. അതില്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. രാഷ്ട്രീയ ബോധം അണികൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ നടക്കുന്നത് ആരായാലും ഇവിടെ കായികമായിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഫിസിക്കൽ ഫോഴ്സിലൂടെ ആണ് എല്ലാവരും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ണൂർ ജില്ലയിൽ പൊതുവെ ശക്തമായിട്ടുള്ള ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ആ ഇടതുപക്ഷ കേന്ദ്രങ്ങളിലേക്ക് സ്വാഭാവികമായും ഒരു വലതുപക്ഷ കടന്നുകയറ്റം നടത്താനുള്ള ശ്രമം ഇപ്പൊ കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനത്തോടുകൂടി BJP സംഘപരിവാർ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു കടന്നുകയറ്റത്തെ തടയുക എന്നുള്ളതാണ് ഇപ്പൊ മറ്റുള്ളവരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇത് നിലനിർത്താൻ ഈ സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ശരിയായ രീതിയിലുള്ള തിരിച്ചറിവ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ അടിയിലേക്ക് കടന്നു വരണം. എന്തുകൊണ്ട് വലിയ ഈ അക്രമത്തിൽ മരിക്കപ്പെടുന്നത് എല്ലാം പാവപ്പെട്ടവരാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വളരെ താഴ്ന്ന നിലയിലുള്ള അണികളാണ് ഇതിൽ രക്തസാക്ഷികളാവുന്നത്. അപ്പോൾ ഇതിൽ ഈ പാവപ്പെട്ടവരായ ഈ പ്രവർത്തകരെ ബലി കൊടുത്തുകൊണ്ട് ഇവര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏതൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംഘടനമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശശിധരൻ, താങ്കളുടെ ഗവേഷണത്തിൽ പ്രത്യേകിച്ച് ക്രിമിനലുകൾ രാഷ്ട്രീയത്തിന്റെ തണലിലേക്ക് വരികയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവരെ ഏറ്റെടുക്കുകയും പയ്യെ രാഷ്ട്രീയ നേതൃത്വത്തിന് അവരുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമാവുകയും അവർ സ്വയം ചെയ്യുന്ന കൃത്യങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദികളാവുകയും അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരിലേക്ക് വരികയും ചെയ്യുന്ന ഒരവസ്ഥ അത് കണ്ണൂരിലുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സംഘടനത്തിൽ മിക്കവാറും കൊട്ടേഷൻ സംഘങ്ങളാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ പാർട്ടിക്കാർ തമ്മിൽ തന്നെയുള്ള ഏറ്റുമുട്ടലാണ്. ഇപ്പോഴെല്ലാം കൊട്ടേഷൻ കൊടുക്കുകയാണ്. കൊട്ടേഷൻ കൊടുത്തിട്ട് ഇന്ന ആൾക്കാരെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് അവർ പറയപ്പെടുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പൊ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും കാണുന്നത്. അപ്പൊ ഇന്ന് അത്രക്കും ശാസ്ത്രീയമായ രീതിയിൽ കൊല നടത്തി രക്ഷപ്പെടാനുള്ള സംവിധാനം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ നിഷ്പക്ഷമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് നിയന്ത്രിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. അതായത് പോലീസ് മേധാവി തന്നെ രാഷ്ട്രീയമായ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഇല്ലാതെ വളരെ സജീവമായ രീതിയിൽ സ്വതന്ത്രമായ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞു വരാനുള്ള കാരണം ഇതിനു മുൻപ് 2001 കണ്ണൂർ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്ന മനോജ് എബ്രഹാമിന്റെ കാലഘട്ടത്തിൽ വളരെ ആ കാലഘട്ടത്തിൽ വലിയ സംഘർഷം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് മനോജ് എബ്രഹാം ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് വളരെ വലിയ റോൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം അതുവരെ ഇവിടെ നടന്ന സംഘർഷത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന പ്രതികളുടെ ലിസ്റ്റിൽ നിന്നാണ് അവര് പ്രതികളെ പിടിക്കുന്നത്. എന്നാൽ അത് ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടക്കം ഇതിൽ പ്രതികളാക്കിക്കൊണ്ട് അവരെ നേരിട്ട് പിടിക്കാനുള്ള സംവിധാനം അന്ന് മനോജ് എബ്രഹാമിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ പോലീസിനെ സ്വതന്ത്രമായി അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥ പ്രതികളെ അവർക്ക് അവരെ പിടിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അങ്ങനെ യഥാർത്ഥ പ്രതികളെ പിടിക്കുമ്പോൾ ഇതിൽ ഈ അക്രമത്തിൽ നിയന്ത്രിക്കുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ശശിധരൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.